എറണാകുളത്ത് നിന്നും അശ്വതി നൽകുന്നുണ്ട് വിശദാംശങ്ങൾ. അശ്വതി, എറണാകുളത്ത് മഴ എങ്ങനെയുണ്ട്? നമുക്കറിയാം, ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒരു ജില്ലയാണ് എറണാകുളം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? ഭദ്ര, ഇപ്പോൾ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതാക്കളും പ്രാദേശിക നേതാക്കളും അണികളും എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഹൈബി ഈഡൻ എം പി, MLA മാരായ TJ വിനോദ്, K ബാബു അടക്കമുള്ള ആളുകൾ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധം ഇവർ മുന്നോട്ട് വെക്കുകയാണ്. അത് പ്രധാനപ്പെട്ട കാരണം ഈ മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിൽ കോർപ്പറേഷൻ മേയർക്ക് കൃത്യമായ പങ്കുണ്ട്. കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ്, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇതിനൊപ്പം തന്നെ വാഴക്കാലയിൽ മറ്റൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. വാഴക്കാലയിൽ നിരവധി വീടുകളിൽ ഇത്തവണ ആദ്യമായി വെള്ളം കയറിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം KMR-ന്റെ അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് എന്നാണ്. അതായത് അവിടെ KMR-ന്റെ പണി നടക്കുന്നുണ്ട്, അതിൽ കാനകൾ നിർമ്മിച്ചത് കൃത്യമായിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ഈ രണ്ട് പ്രതിഷേധങ്ങളാണ് ഇന്ന് മഴയുമായി ബന്ധപ്പെട്ട്, വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കൊച്ചിയിലുള്ളത്. പക്ഷെ പലയിടങ്ങളിലും കയറിയ വെള്ളം ഇറങ്ങിയിട്ടില്ല, പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. മാത്രമല്ല, ചെളി വളരെ കൂടുതലാണ്. വീടുകളിലേക്കും ഒപ്പം തന്നെ വീടുകളിലേക്കൊക്കെ പോകുന്ന പാതകളിലും വലിയ രീതിയിലുള്ള ചെളി കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ട്. കളമശ്ശേരിയിലും അതുപോലെ തന്നെ ഇടപ്പള്ളി മേഖലകളിലും വളരെ രൂക്ഷമായ രീതിയിലാണ് ഈ മഴക്കാല വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്തും മഴ തുടരുകയാണ്. അതിനോടൊപ്പം തന്നെ വെള്ളക്കെട്ടിനുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്.